ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നിലവിലെ പ്രതിമാസ പെൻഷൻ 1600 400 രൂപ കൂടി ഉയർത്തി പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. 35 മുതൽ 60 വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾക്ക് AAY മഞ്ഞ കാർഡ്, PHH മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ്, ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കും. വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കാൻ സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ആരംഭിക്കും. പ്രതിവർഷ കുടുംബ വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ള +2, ITI, ഡിപ്ലോമ, ഡിഗ്രി ഈ പഠനത്തിന് ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരോ വിവിധ ജോലി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയ 18 മുതൽ 30 വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകും. കുടുംബശ്രീ ADSകൾക്കുള്ള പ്രവർത്തന ഗ്രാന്റ് ഇതോടൊപ്പം നിശ്ചയിച്ചിട്ടുണ്ട്. 19,470 ADSകൾക്ക് പ്രവർത്തന ഗ്രാന്റായി പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതി ഇന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള DA, DR കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ 1 ഗഡു DA, DR കൂടി അനുവദിക്കുന്നതായി പ്രഖ്യാപിക്കുകയാണ്. മുൻഗഡുക്കളിൽ 2%, 3% അനുവദിച്ചിരുന്നെങ്കിൽ ഇത്തവണ അത് 4% നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളം, പെൻഷൻ ഇവയോടൊപ്പം നൽകും. അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം 1000 രൂപ വീതം വർദ്ധിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. സംസ്ഥാനത്താകെ 13,327 പാചക തൊഴിലാളികളാണുള്ളത്. ഇവരുടെ പ്രതിദിന കൂലി 50 രൂപ വർദ്ധിപ്പിക്കും. പ്രീ പ്രൈമറി ടീച്ചർമാരും ആയമാരും ഇവരുടെ പ്രതിമാസ വേതനം 1000 രൂപ വർദ്ധിപ്പിക്കുന്നു. ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി 2000 രൂപ വർദ്ധിപ്പിക്കുന്നു. റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 180 രൂപയിൽ നിന്നും 200 രൂപയാക്കി ഉയർത്തും. ഈ പദ്ധതികളും ആനുകൂല്യങ്ങളും കേരള പിറവി ദിനമായ നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും.